Hi all, welcome to the session. ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വേവ് മോഷനെ കുറിച്ചാണ്. And you all know what are waves. Waves carry energy from one point to another. So, ഈ വേവ്സ് എത്ര തരമുണ്ട്, അതിൻ്റെ ജനറൽ ഇക്വേഷൻ എന്താണ്, അതിൻ്റെ എനർജി ഡെൻസിറ്റി എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ പഠിക്കാൻ പോകുന്നത്. As we discussed earlier, waves carry energy of any form from one phase to another without involving the bulk motion of the intervening medium. ഒരു റീജിയനിലുള്ള എനർജിയെ വേറൊരു റീജിയനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണ് ആര് ചെയ്യുന്നത്? വേവ്സ് ചെയ്യുന്നത്. They are the carriers of energy. Waves are nothing but they are the carriers of energy. And you know, some waves require medium to propagate and some waves has the ability to propagate through vacuum. ചില വേവ്സിന് എന്ത് വേണം? മീഡിയം വേണം ഫോർ ദിസ് പ്രൊപ്പഗേഷൻ. ചില വേവ്സിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന് മീഡിയം ഇല്ലാതെ സഞ്ചരിക്കാൻ പറ്റും. സോ അതിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു മീഡിയം വേണമോ വേണ്ടയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വി ആർ ഡിവൈഡിങ് വേവ് മോഷൻ ഇൻറ്റു മെക്കാനിക്കൽ വേവ് മോഷൻ ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് മോഷൻ. സോ മെക്കാനിക്കൽ വേവ് മോഷൻ എന്തായിരിക്കും നിങ്ങൾക്കറിയാം. In mechanical wave motion, the waves require a medium for their propagation. For example, sound waves and waves on a stretched string. നിങ്ങൾ string വലിച്ച് കെട്ടിയതിനു ശേഷം if you can produce waves, the waves in a stretched string are example for mechanical wave motion. Then the waves on the surface of water, etc. They are all mechanical waves because they require medium for their propagation, and their propagation or the velocity of those waves depends on the elasticity and density of the medium. ആ മീഡിയത്തിൻ്റെ ഇലാസ്റ്റിസിറ്റിയും ഡെൻസിറ്റിയും എന്ത് ചെയ്യുന്നുണ്ട്? It plays a vital role, an important role in the propagation of mechanical waves through it. ആ മീഡിയത്തിൽ കൂടിയുള്ള വേവ്സിൻ്റെ പ്രൊപ്പഗേഷനെ വളരെയധികം കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഒരു മെക്കാനിക്കൽ വേവ്സ് എന്ന് പറഞ്ഞത്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന മുഴുവൻ വേവ്സ് എന്താണ്? മെക്കാനിക്കൽ വേവ്സ് ആണ്. ബിക്കോസ് ദേ റിക്വയർ മീഡിയം ഫോർ ദെയർ പ്രൊപ്പഗേഷൻ. അതുപോലെ തന്നെ വി ഹാവ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. നമുക്ക് എന്തുണ്ട്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് നിങ്ങൾക്കറിയാം. ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് എന്തില്ല? ദേ ഡു നോട്ട് റിക്വയർ എ മീഡിയം ഫോർ ദെയർ പ്രൊപ്പഗേഷൻ ആൻഡ് ദേ ആർ നോൺ മെക്കാനിക്കൽ വേവ്സ് ആൻഡ് ഇറ്റ് ക്യാൻ ട്രാവൽ ത്രൂ വാക്യൂം ആൾസോ. സോ ഫോർ എക്സാമ്പിൾ ലൈറ്റ് വേവ്സ്, then heat waves, radio waves, etc. They are all examples of electromagnetic waves. But these are the two divisions of wave motion. One mechanical wave motion and second one electromagnetic wave motion. നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് മുഴുവൻ എന്താണ്? മെക്കാനിക്കൽ വേവ് മോഷൻ ആണ്. Suppose you can see this is a medium and you can see in a medium you can imagine a large number of particles. ഇവിടെ ഒരു പാർട്ടിക്കിൾ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി കഴിഞ്ഞാൽ യു നോ ദിസ് ഡിസ്റ്റർബൻസ് വിൽ ബി ഹാൻഡഡ് ഓവർ ടു ദി അഡ്ജസൻറ്റ് പാർട്ടിക്കിൾസ്. അതെന്ത് ചെയ്യും? ഈ മീഡിയത്തിൽ കൂടി ഈ ഡിസ്റ്റർബൻസ് എന്ത് ചെയ്യും? ത്രൂ ഔട്ട് സഞ്ചരിക്കും. അപ്പോൾ ഒരു പാർട്ടിക്കിളിൻ്റെ ഡിസ്റ്റർബൻസ് വിൽ ക്രിയേറ്റ് ഡിസ്റ്റർബൻസ് ഓൺ ദ അഡ്ജസൻറ്റ് പാർട്ടിക്കിൾ. ഇൻ ദിസ് സിമിലർ വേ ഇറ്റ് വിൽ ഹാൻഡഡ് ഓവർ ടു ദി പാർട്ടിക്കിൾ, നെക്സ്റ്റ് പാർട്ടിക്കിൾ, എക്സെട്ര. സോ ഇഫ് ദ ഫസ്റ്റ് പാർട്ടിക്കിൾ എക്സിക്യൂട്ട് എ പീരിയോഡിക് മോഷൻ, all other particles will be forced to execute periodic motion. So ഈ ഒരു ഫസ്റ്റ് പാർട്ടിക്കിൾ ഒരു പീരിയോഡിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്താൽ എന്ത് ചെയ്യും? അത് തന്നെ തൊട്ടടുത്തുള്ള മോഷൻ തൊട്ടടുത്തുള്ള പാർട്ടിക്കിൾ എക്സിക്യൂട്ട് ചെയ്യും. ഇൻ ദിസ് വേ ഈ പീരിയോഡിക് മോഷൻ എന്ത് ചെയ്യും? ത്രൂ ഔട്ട് ദി മീഡിയം ട്രാവലിംഗ്. സോ വേവ് മോഷൻ is nothing but this is the periodic motion communicated from one particle to another particle in an elastic medium. ഒരു ഇലാസ്റ്റിക് മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസിന്റെ പീരിയോഡിക് മോഷൻ എങ്ങനെയാണ് ഒരു പാർട്ടിക്കിൽ നിന്നും വേറൊരു പാർട്ടിലേക്ക് എത്തുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വേവ് മോഷൻ എന്ന് പറയുന്നത്. സോ വേവ് മോഷൻ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് എ പീരിയോഡിക് മോഷൻ കമ്മ്യൂണിക്കേറ്റഡ് ഫ്രം വൺ പാർട്ടിക്കിൾ ടു അനദർ പാർട്ടിക്കിൾ. പീരിയോഡിക് മോഷൻ കമ്മ്യൂണിക്കേറ്റഡ് ഫ്രം വൺ പാർട്ടിക്കിൾ ടു അനദർ പാർട്ടിക്കിൾ ഇൻ ആൻ എലാസ്റ്റിക് മീഡിയം ഈസ് കോൾഡ് വേവ് മോഷൻ. ഓർ ഇൻ അനദർ വേർഡ്സ് വി can say the wave motion can be regarded as the disturbances which is created by the particles of the medium by executing periodic motion about their mean position. So the wave motion is, or the waves are nothing but they are the disturbances created by the particle in the medium by
creating some periodic vibration or by creating some simple harmonic vibrations about their mean position, and these wave disturbances will be traveled in a direction with some definite velocity. ഒരു ഡെഫിനിറ്റ് വെലോസിറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡിസ്റ്റർബൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വേവ് മോഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഒരു പാർട്ടിക്കിൾ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു എങ്ങനെ, പീരിയോഡിക് വൈബ്രേഷന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് വൈബ്രേഷന്റെ ഫലമായിട്ട് പാർട്ടിക്കിൾ ക്രിയേറ്റ് ഡിസ്റ്റർബൻസ് ആൻഡ് ദീസ് ഡിസ്റ്റർബൻസ് വിൽ ബി ഹാൻഡ് ഓവർ ടു ദ നെക്സ്റ്റ് പാർട്ടിക്കിൾ ഇൻ ദ ഫോം ഓഫ് വേവ്സ്. ഇതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വേവ് മോഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ട്രാവൽസ് വിത്ത് എ സ്പീഡ് ആൻഡ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി ഡെൻസിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദി മീഡിയം. ആ വേവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആരെ ഡിപ്പെൻഡ് ചെയ്യും, ഇഫ് ഇറ്റ് ട്രാവൽസ് ഇൻ ദിസ് ഡയറക്ഷൻ ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ആൻഡ് ദ വെലോസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ the density and elasticity of the medium, and this is called a wave motion. So in a mechanical wave motion we can expect two waves, which is first one is called transverse wave. ആദ്യത്തെ തന്നെ നമുക്ക് എന്തെന്ന് വിളിക്കാം, transverse waves എന്ന് വിളിക്കാം. And the next one is called longitudinal waves. നിങ്ങൾ ഇത് പഠിച്ചിട്ടുള്ളതാണ്. Next one is called longitudinal waves. എന്താണ് transverse waves എന്ന് പറഞ്ഞാൽ, if the particles of the medium vibrate or displaced in a direction to the in a direction which is perpendicular to the motion of the waves. Waves എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്താൽ, വൈബ്രേറ്റ് ചെയ്താൽ, we will call that one as transverse waves. So in transverse waves the particles of the medium vibrate in a direction perpendicular to the direction of propagation of waves. In a longitudinal waves എന്തായിരിക്കും, the particles vibrate in a direction which is the same direction of propagation of the waves. Waves എങ്ങനെയാണ് സഞ്ചരിച്ചത് അതിനനുസരിച്ചായിരിക്കും പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നത്, വൈബ്രേറ്റ് ചെയ്യുന്നത്. So depending on these two we will call transverse waves and longitudinal waves. So in transverse waves the particles of the medium execute simple harmonic motion about their mean position in a direction perpendicular to the direction of propagation of the wave. For example, നിങ്ങൾ ഒരു നല്ല സ്ട്രെച്ച് സ്ട്രിങ് എടുക്കുന്നു, ആ സ്ട്രിങ്ങിന്റെ ഒരു എൻഡ് നിങ്ങൾ ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. If you apply a force in this direction it will execute simple harmonic motion, so that you can see a wave motion in this fashion. So here you can see the particles vibrate in a direction perpendicular to the direction of propagation. Particles എന്ത് ചെയ്യുന്നു, എങ്ങോട്ടാണോ വേവ്സ് സഞ്ചരിക്കുന്നത് അതിനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ആൻഡ് അനദർ തിങ്, if the particles of the medium vibrate simple harmonic motion in a direction parallel to the direction of propagation, it is called longitudinal waves. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, take a spring, നിങ്ങൾ നല്ലൊരു സ്പ്രിങ് എടുക്കുക, അതിൻ്റെ ഒരു എൻഡ് ഫിക്സ് ചെയ്യുക, then compress the spring and release. ഈ സ്പ്രിങ്ങിനെ എന്ത് ചെയ്യുക, കംപ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക. You will get in this fashion അല്ലേ. ചില സ്ഥലങ്ങളിൽ you can see compression and in some places you can see rarefaction. ഇങ്ങനെ കമ്പൻസേഷൻ എന്താണ്, കംപ്രഷനും റെയറിഫാക്ഷനും ആയിട്ടായിരിക്കും ഈ വേവ്സ് എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. സോ ഇങ്ങനെ ആയിരിക്കും വേവ്സ് മുന്നോട്ട് പോകുന്നത്. അവിടെ നിങ്ങൾക്കറിയാം പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് ഇൻ എ ഡയറക്ഷൻ parallel to the direction of propagation, and such waves are called longitudinal waves. Next is a very important term which is called wavefront. So wavefront is a surface at every point of which the particles vibrations are in phase. So wavefront ennu paranjal adoru, you have to imagine this one as a surface, and at every point of which the particles of the medium are in the same phase of vibration. Suppose the waves are propagating in this manner. അല്ലെ, ഒരുപാട് വേവ്സ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാണ്. So you know what are when we say that two waves are in phase, രണ്ട് വേവ്സ് എപ്പോഴാണ് ഫേസ് ആവുന്നതൊക്കെ നിങ്ങൾക്കറിയാം. ഇതൊരു വേവ്സ് ആണ്, ഇത് വേറൊരു വേവ്സ് ആണെങ്കിൽ ഇത് രണ്ടും എന്താണ്, സെയിം ഫേസിലാണ്. ക്രസ്റ്റ് ഒരേപോലെ, ട്രഫ് ഒരേപോലെ. ഇങ്ങനെ വന്നാലാണ് നമ്മൾ പറയുന്നത് രണ്ട് വേവ്സ് ഫേസിലാണെന്ന്. അത് വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, സോ ഇവിടെ ഇത് മിനിമം ആണ്, ഇവിടെ മാക്സിമം ആണ്, സോ ദേ ആർ ഔട്ട് ഓഫ് ഫേസ്. അപ്പം ഇവിടെ കുറേ വേവ്സ് ഇതേപോലെ പോവുകയാണ്. ഓക്കെ, ആൻഡ് വി ജസ്റ്റ് ടേക്ക് എ സർഫസ്. ഇവിടെ വെച്ച് ഞാൻ ഈ സർഫസ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ യു ജസ്റ്റ് സീ അറ്റ് ദിസ് പോയിന്റ് എന്താണ്,
എല്ലാ വേവ്സും ആർ ഇൻ ഫേസ്. എല്ലാ വേവ്സിന്റെ മാക്സിമം പോയിന്റ് അല്ലേ വന്നിരിക്കുന്നത്. സോ അറ്റ് ദിസ് പോയിന്റ് യു ക്യാൻ സേ at this surface at every point the particles vibrate in phase. എല്ലാ പാർട്ടിക്കിൾസും എന്താണ്, ഒരേപോലെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് സച്ച് എ സർഫസ് ഈസ് കോൾഡ് എ വേവ് ഫ്രണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വേവ്സ് നമുക്ക് നേരെ വരുമ്പോൾ ഒരു 3 dimension ആയിട്ട് നിങ്ങൾ നോക്കുമ്പോൾ യു ക്യാൻ ഇമാജിൻ എ തിൻ പ്ലെയിൻ. ഇതേപോലെ ഒരു പ്ലെയിൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാം അല്ലെ. വേവ്സ് ഇങ്ങനെ വരുന്ന ഒരു പ്ലെയിൻ അസ്യൂം ചെയ്യാം. ആ പ്ലെയിനിന്റെ ആ പോയിന്റിലെല്ലാം എന്തായിരിക്കും, ഒരേ ഫേസ് ആയിരിക്കും എല്ലാ വേവ്സിനും ഉള്ളത്. അപ്പം ഈ സർഫസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വേവ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇൻ എ മീഡിയം ദിസ് വേവ് ഫ്രണ്ട് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്സ്. ആ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഒരു വേവ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ സർഫസിലുള്ള എല്ലാ പോയിന്റിലും വേവ്സ് എന്തായിരിക്കും, സെയിം ഫേസിലായിരിക്കും ആ പോയിന്റുകൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ വേവ് ഫ്രണ്ട് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അപ്പോൾ നമ്മൾ വേവ് ഫ്രണ്ടിന് നോർമലായിട്ട് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഇഫ് യു ഡ്രോ എ നോർമൽ, ദി നോർമൽ ടു ദ വേവ് ഫ്രണ്ട് ഓൾവേസ് പോയിന്റിങ് ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. വേവിന്റെ പ്രൊപ്പഗേഷൻ ആയിരിക്കും ആ നോർമൽ എന്ത് ചെയ്യുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് വേവ് ഫ്രണ്ട്. സോ ഇതൊരു വേവ് ഫ്രണ്ട് ആണ്, നിങ്ങൾക്ക് ഇവിടെ നോക്കേണ്ടത് നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. സോ ദിസ് എ വേവ് ആൻഡ് ഇറ്റ് ട്രാവൽസ് അലോങ് ദിസ് ഡയറക്ഷൻ. ഒരു പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നത്. സോ ദിസ് എ ഗ്രൂപ്പ് ഓഫ് വേവ്സ്. സോ ജസ്റ്റ് ഡ്രോ ആൻ imaginary line where the phases are same. So here you can see all these waves at this point, all the waves are having the same phase. ഈ പോയിന്റിലെല്ലാം തന്നെ ഇത്രയും വേവ്സിന്റെ ഫേസ് എന്താണ്, സെയിം തന്നെയാണ്. എല്ലാ പോയിന്റും ക്രസ്റ്റ് ആണ്. ആൻഡ് ഇഫ് യു അസ്യൂം എ സർഫസ് ഹിയർ, ഇവിടെ നിങ്ങളൊരു സർഫസ് അസ്യൂം ചെയ്താൽ ഈ സർഫസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് സർഫസ് എന്താണ് അവിടെ വരുന്നത്, അവിടെ വരുന്ന എല്ലാ വേവിന്റെയും ഫേസ് സെയിം ആയിരിക്കും. സോ ഹിയർ എല്ലാ വേവിന്റെ ഫേസ് സെയിം ആണ്. സോ ദിസ് is another wave front. So here also at this point the phase of all the waves are same. ഇവിടെയും എല്ലാ പോയിന്റിലും ഈ വേവ്സിന്റെ ഫേസ് എന്താണ്, സെയിം. എല്ലാ വേവിന്റെയും ഫേസ് എന്താണ്, സെയിം ആണ്. അല്ല, സെയിം അല്ല വരുന്നത് എങ്ങനെ ആയിരിക്കും, ഇവിടെ ക്രസ്റ്റ് വന്നാൽ ഇവിടെ എന്താകണം, ട്രഫ് വന്ന് മാറണം. അപ്പം ഇവിടെ ഒരു മിനിമം പോയിന്റ് വരിക, അല്ലെങ്കിൽ ഇവിടെ ഒരു മിനിമം പോയിന്റ് ആണെങ്കിൽ ഇവിടെ ഒരു ഇതൊരു മാക്സിമം പോയിന്റ് ആണെങ്കിൽ ഇവിടെ ഒരു മിനിമം പോയിന്റ് വരികയാണെങ്കിൽ അത് ഔട്ട് ഓഫ് ഫേസിലാണ്. അപ്പൊ അങ്ങനെയല്ല, എല്ലാ സ്ഥലങ്ങളിലും മാക്സിമം ആണ് വന്നിരിക്കുന്നത്. സോ ദേ ആർ ഇൻ ഫേസ് ആൻഡ് the locus of these points will form a surface, and that surface is called wavefront. So the next is very important topic. We are now going to derive the general equation of wave motion. ഒരു വേവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. So that we can study the behavior of wave in space as well as in time. അതാണ് ഒരു വേവ് മോഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. For that, first we are just going to generate a wave. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വേവിനെ ജനറേറ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം, ടേക്ക് എ സ്ട്രെച്ച് സ്ട്രിങ്, ഒരു സ്ട്രിങ് എടുക്കുക. ഓക്കെ, ആ സ്ട്രിങ്ങിന്റെ റൈറ്റ് സൈഡിൽ അതിനെ ക്ലാമ്പ് ചെയ്യുക. മറ്റേ എൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ഓക്കെ, മറ്റേ എൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. സോ വി ആർ ജസ്റ്റ് ഹോൾഡിംഗ് അറ്റ് വൺ ഓഫ് ദ ഫ്രീ എൻഡ് ഓഫ് ദി സ്ട്രിങ്. ഇതിലേക്ക് ഈ സ്ട്രിങ്ങിൽ ഒരു വേവ് ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഷേക്ക് യുവർ ഹാൻഡ് അപ്പ് ആൻഡ് ഡൗൺ. മുകളോട്ടും താഴോട്ടും എന്ത് ചെയ്യുക, ഈ നമ്മുടെ ഹാൻഡ് ഒന്ന് ഷേക്ക് ചെയ്താൽ യു ക്യാൻ സീ എ വേവ് വിൽ ബി ജനറേറ്റഡ് ആൻഡ് ഇറ്റ് വിൽ ട്രാവൽ ത്രൂ ദി സ്ട്രിങ്. സോ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഹാൻഡിനെ ഒന്ന് റൈസ് ചെയ്തു, ഒരു ഹൈറ്റിലേക്ക് റൈസ് ചെയ്തു. ആൻഡ് വി ഷേക്ക് അവർ ഹാൻഡ് അപ്പ് ആൻഡ് ഡൗൺ, or we produced a jerk there, so that you can see a wave is generated. ഒരു വേവ് അവിടെ എന്ത് ചെയ്തു, ജനറേറ്റ് ചെയ്തു. ഈ ഡോട്ടർ ലൈൻ ആയിരുന്നു സ്ട്രിങ്ങിന്റെ നേരത്തുള്ള ഇനിഷ്യൽ പൊസിഷൻ. അപ്പോൾ നമ്മൾ ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് നമ്മുടെ ഹാൻഡ് നിൽക്കുന്ന റെഫറൻസ് പോയിന്റ് നമ്മൾ ഒറിജിൻ ആയിട്ട് എടുത്തു. സോ ദിസ് ഈസ് ഒറിജിൻ, x = 0, ആൻഡ് ദിസ് വൺ ഈസ് ദി x ആക്സിസ്. ഇതാണ് നമ്മുടെ x ആക്സിസ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് x ആക്സിസ്. ഇപ്പോൾ നമ്മളൊരു വേവ് ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു ഇൻസ്റ്റന്റ്, സോ വി ആർ ജസ്റ്റ് ഗോയിങ് ടു ജനറേറ്റ് എ വേവ്. ആ ഇൻസ്റ്റന്റ് എന്ന് പറയുന്നത് ടൈം എന്ന് പറയുന്നത് വി കൻ ഇനിഷ്യലൈസ് ദാറ്റ് ടൈം വിച്ച് ഈസ് ഈക്വൽ ടു 0. ടൈം ആയിട്ട് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, 0 ആയിട്ട് എടുക്കുന്നു. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട്, ഓർ വി ആർ ഗോയിങ് ടു ജനറേറ്റ് ദാറ്റ് വേവ്. നമ്മൾ മുകളിൽ നിന്നും അതൊന്ന് ഷേക്ക് ചെയ്തു.
So up and down വരുത്തുന്ന സമയത്ത് you can see the waves will be generated. അപ്പോൾ നമ്മുടെ ഹാൻഡ് ഇരിക്കുന്ന പൊസിഷൻ at x equal to 0, t is equal to 0. So at that point the particle length or the displacement of the particle എന്ന് പറഞ്ഞാൽ അതായത് ഇവിടെ ഇരിക്കുന്ന ഒരു പാർട്ടിക്കിളിന് എത്രമാത്രം ഹൈറ്റ് ഉണ്ട് എന്നതാണ് ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. So at x equal to 0 and t equal to 0 we are assuming that the particle is having the maximum displacement. നിങ്ങൾക്ക് കാണാം പിന്നെ സമയം കഴിയുന്തോറും അവിടെ പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. ഇവിടെ 0 ആവുന്നുണ്ട്. ദെൻ പിന്നെയും നെഗറ്റീവ് ഡയറക്ഷനിൽ കൂടുന്നുണ്ട്. അപ്പം ഓരോ സമയത്തും പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, മാറുന്നുണ്ട്. ആൻഡ് യു ക്യാൻ സി അറ്റ് ദിസ് ടൈം പാർട്ടിക്കിളിന്റെ ആ ഡിസ്പ്ലേസ്മെന്റ് മാറുന്നത് വി ക്യാൻ സേ ദിസ് വൺ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. അവൻ ആർക്കനുസരിച്ചാണ് മാറുന്നത്, ഫംഗ്ഷൻ ഓഫ് ടൈമിനനുസരിച്ചാണ് മാറുന്നത്. സോ യു ക്യാൻ സേ y is equal to f of t. You can say y is equal to f of t. ഈ ഒരു പ്രത്യേക എക്സാമ്പിളിൽ the particles are executing simple harmonic motion. അതുകൊണ്ടാണ് നിങ്ങൾക്ക് you are getting a simple harmonic wave. അതായത് ഈ പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഏത് രീതിയിലായിരിക്കാം, കാരണം at t is equal to 0 it has the maximum displacement which is the condition for cosine. അപ്പോൾ ഇതൊരു cos omega t എന്ന് പറയുന്ന വേവ് ആയിരിക്കാം. ഓക്കെ, ഇതായിരിക്കാം പാർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റിന്റെ എക്സ്പ്രഷൻ. എന്ത് തന്നെ ആയിക്കോട്ടെ, y is a function of time. ഓക്കെ, അപ്പോൾ എന്താണ്, ഓരോ സമയത്തും the particle displacement is varying. Don't confuse it with the particle velocity. Particle velocity എന്ന് പറഞ്ഞാൽ it is v here. So if you generate the wave, the particles travels with a velocity v in the positive x direction so that it reaches to the other end. ആ other endന്റെ പ്രത്യേകത എന്തെന്ന് നോക്കേ, ഇവിടെ എന്താണോ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്ത സമയത്ത് എന്താണോ ഡിസ്പ്ലേസ്മെന്റ് അത് തന്നെ ആയിരിക്കും അത് വന്ന് നിൽക്കുന്ന സമയത്തുള്ള ഡിസ്പ്ലേസ്മെന്റ്. ദാറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് ദ വേവ്. നിങ്ങൾക്കറിയാം, ഒരു ലെന്തിൽ നിങ്ങളൊരു വേവ് ജനറേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 1, 2, 3 വേവേ കിട്ടും. 1, 2, 3 യു വോണ്ട് ഗെറ്റ് 1.5 or 1.25 വേവ്. ഒരു പകുതിയോ കാൽ ഭാഗം വേവ് കിട്ടത്തില്ല, ഒരു ഫുൾ വേവ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ എന്താണോ ഡിസ്പ്ലേസ്മെന്റ് ആ ഡിസ്പ്ലേസ്മെന്റ് തന്നെ ആയിരിക്കും പാർട്ടിക്കിൾ അറ്റ് എ ഡിസ്റ്റൻസ് x ഫ്രം ദി ഒറിജിൻ. So let this be the distance from the origin and let it be x. ഇതാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നൊരു കോൺസെപ്റ്റ്. നമ്മളൊരു വേവിനെ ജനറേറ്റ് ചെയ്ത വേവ് എന്ത് ചെയ്തു, at t equal to 0 നമ്മൾ ജനറേറ്റ് ചെയ്ത് at that time the particle displacement is maximum so that the wave reaches to the other end at a distance x from O. ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത്, നമ്മളൊരു വൈബ്രേഷൻ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒന്ന് നമ്മുടെ കൈ ഒന്ന് ഷേക്ക് ചെയ്തു, വേവ് ജനറേറ്റ് ചെയ്തു. ആ വേവ് എങ്ങോട്ട് സഞ്ചരിച്ചു, along the positive x axis with a velocity of v. v എന്ന് പറയുന്ന വെലോസിറ്റിയിൽ അത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ സഞ്ചരിച്ച് എവിടെ എത്തി, വോളിലെത്തി, ഈ പോയിന്റിൽ എത്തി, വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഫ്രം ദി ഒറിജിൻ. അപ്പം ഇത് മുതൽ ഇതുവരെയുള്ള ദൂരം എന്ന് പറയുന്നത് എക്സ് ആണ്. ക്ലിയർ ആണ്? അപ്പോൾ നമ്മളിവിടെ ചെയ്തത് t equal to 0 എന്ന് പറയുന്ന സമയത്ത് you have generated a wave. It traveled along the x-axis with a velocity v. അത് സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് x ആണ്. So what is the time it has taken to reach the other side? So the expression for t is t equal to x by v. Displacement divided by velocity. t equal to x by v. അപ്പോൾ x by v സമയം സഞ്ചരിച്ചാണ് ഈ വേവ് എവിടെ എത്തിയത്, ഈ വേവ് ആ വോളിൽ എത്തിയത്. ഇനി നിങ്ങൾ നോക്കേ, നമുക്കൊരു വേവിന്റെ പ്രോപ്പർട്ടി അറിയാം. ഇതായിരുന്നു അത് ഒറിജിൻ അല്ലെങ്കിൽ അത് ജനറേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന പൊസിഷൻ. ഇറ്റ് ഈസ് അറ്റ് ദി മാക്സിമം, ഡിസ്പ്ലേസ്മെന്റ് ഈസ് അറ്റ് ദി മാക്സിമം. അതേ പോയിന്റ് ആയിരിക്കത്തില്ലേ നമ്മുടെ വോളിന്റെ അടുത്തും വരുന്നത്. വോളിന്റെ അടുത്തും ഒരിക്കലും യു കാണ്ട് എക്സ്പെക്ട് എ മിനിമം പോയിന്റ്. ഇവിടെ ജനറേറ്റ് ചെയ്ത പോയിന്റ് ഏതാണോ അത് തന്നെ ആയിരിക്കണം ആ വേവ് സ്റ്റോപ്പ് ആകുന്ന പോയിന്റ്. അത് നിങ്ങൾക്കറിയാം. ഇപ്പൊ 2 വേവ് നിങ്ങൾ ഉണ്ടാക്കി, യു ക്യാൻ ഫൈൻഡ് ദി ഇൻഡിജർ നമ്പർ ഓഫ് വേവ്സ് ഓർ ഇന്റഗ്രൽ നമ്പർ ഓഫ് വേവ്സ്. ഒരു 1 വേവ് 2 വേവ് ഒക്കെ കിട്ടും. യു വോണ്ട് ഗെറ്റ് 2.5 വേവ്, പകുതി വേവ് ഒന്നും കിട്ടത്തില്ല. സോ ദിസ് ഇസ് എ തിയറി. അതൊരു വളരെ ബ്യൂട്ടിഫുൾ തിയറി. ഒരു സർക്കിളിൽ തന്നെ നിങ്ങൾ ഒരു വേവ്സ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്കിളിൽ കിട്ടുന്നത് ഡെഫിനിറ്റ് നമ്പർ ഓഫ് വേവ്സ് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ, അല്ലാതെ അതിന്റെ പകുതി കാൽ ഭാഗം അങ്ങനെയൊന്നും കിട്ടത്തില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇവിടെ മാക്സിമം ആണെങ്കിൽ, ഓക്കെ, ഇവിടെ മാക്സിമം ആണെങ്കിൽ എക്സ് ദൂരെ സഞ്ചരിച്ച് അത് അതർ പോയിന്റിൽ എത്തുമ്പോഴും ആ പോയിന്റ് എന്തായിരിക്കണം, മാക്സിമം ആയിരിക്കണം എന്നർത്ഥം. So this is a beautiful concept. So we can say the displacement of the particle. So the displacement of the particle at the position x
at any time t, at any time t is same as that of the value of y at x equal to 0, at x equal to 0 at an earlier time t minus x by v, t minus x by v. കാരണം this is the x by v is the time interval between the generation of the wave and the final point. ജനറേറ്റ് ചെയ്ത വേവിന്റെ പോയിന്റ് മുതൽ ഫൈനൽ പോയിന്റ് വരെയുള്ള അത് എത്താൻ വേണ്ടി അതെടുത്ത ടൈം ഇന്റർവൽ എന്ന് പറയുന്നത് എക്സ് ബൈ വി ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് ലാസ്റ്റ് എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ അറ്റ് എനി ടൈം ടീം അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ വി സമയം മുമ്പുള്ള ഡിസ്പ്ലേസ്മെന്റ്, എക്സ് ബൈ വി സമയം മുമ്പുള്ള ഡിസ്പ്ലേസ്മെന്റിന്റെ സെയിം വാല്യൂ തന്നെയാണ്. സോ വി സോ ദാറ്റ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് ദി പൊസിഷൻ എക്സ് അറ്റ് എനി ടൈം ടി is same as that of the value of y എവിടെ വെച്ചുള്ള at x equal to 0 എപ്പോൾ at an earlier time t minus x by v. so f of t യും ആരും ഈക്വൽ ആണ്, f of t യും f of t minus x by v യും always equal. എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരു f of t വാല്യൂ ഉണ്ടോ അതിന് x by v സമയം മുമ്പുള്ള f of t വാല്യൂസ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം എന്നർത്ഥം. ഇത് പ്രോപ്പർട്ടി ഓഫ് ദ വേവ്, ഇത് പ്രോപ്പർട്ടി ഓഫ് ദി വേവ് when it travels through the string. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഇവിടെ എടുക്കണം. എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി മൈനസ് എക്സ് ബൈ വി. മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായില്ലെങ്കിൽ യു ഹാവ് ടു ആസ്ക്. സോ വി ക്യാൻ റൈറ്റ് ദി ജനറൽ ഇക്വേഷൻ ഫോർ ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾ. നമ്മൾ നേരത്തെ അതിന് എന്തായിരുന്നു എഴുതിയിരുന്നത്, y ഈക്വൽ ടു എഫ് ഓഫ് ടി എന്നായിരുന്നു എഴുതിയിരുന്നത്, വിച്ച് ഇസ് ദി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് എനി ടൈം ടി. അത് നമ്മൾ ഒറിജിനൽ നമുക്ക് അവിടെ മാക്സിമം കിട്ടി. പിന്നെ സമയം അനുസരിച്ച് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് മാറുന്ന, നിങ്ങൾക്ക് ആ റെഡ് ലൈനിന്റെ ഹൈറ്റ് മാറുന്നതനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റ് ഈസ് വേരിങ്. പക്ഷെ ഇവിടെ നമ്മൾ ഇപ്പോൾ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാം, യു ക്യാൻ സേ ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് y ഈക്വൽ ടു എഫ് ഓഫ് ടി മൈനസ് എക്സ് ബൈ വി. സോ ദിസ് ഇസ് ദ ജനറൽ ഇക്വേഷൻ ഫോർ ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് എനി ടൈം t. Okay, if it moves along the positive x direction, here you know the wave travels in the positive x direction. If the wave travels in the negative x direction, the displacement of the particle will be y equal to f of t plus x by v. Okay, y equal to f of t plus x by v. ഇതാണ് നമുക്ക് ആദ്യം നമ്മുടെ ജനറൽ ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ആദ്യത്തെ ഒരു കോൺസെപ്റ്റ്, ദി ഡിസ്പ്ലേസ്മെന്റ്, ദ എക്സ്പ്രഷൻ ഫോർ ദി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് എനി ടൈം ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ നൗ വി ഗോട്ട് ദി ജനറൽ എക്സ്പ്രഷൻ ഫോർ ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾ y. അപ്പം ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ഇവിടെ വേവ് സഞ്ചരിക്കുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് വിത്ത് എ വെലോസിറ്റി v, വിത്ത് എ വെലോസിറ്റി v. ഓക്കെ, ഇതാണ് വേവിന്റെ വെലോസിറ്റി. ഇവിടെ റെഡ് ലൈൻ കാണിച്ചിരിക്കുന്നത് എന്താണ്, പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ നമ്മളുടെ y എന്ന് പറയുന്നത് പാർട്ടിക്കിൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അത് നിങ്ങൾക്ക് മറന്നു പോകരുത്. സോ അറ്റ് ഡിഫറെന്റ് ടൈം യു ക്യാൻ സീ ദ പാർട്ടിക്കിൾ ഡിസ്പ്ലേസ്മെന്റ് ഈസ് വേരിയിങ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എ ഫംഗ്ഷൻ, ഏത് ടൈമിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് എഴുതിയത്. ഓക്കെ, സോ വി ഹാവ് ദ റിലേഷൻ y ഈക്വൽ ടു എഫ് ഓഫ് ടി മൈനസ് എക്സ് ബൈ വി, ബിക്കോസ് ദ വേവ് ട്രാവൽസ് അലോങ് ദി പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, ടി മൈനസ് എക്സ് ബൈ വി. So first integrate this expression, integrate this equation 1 with respect to time and with respect to x position. So first find dy by dt and dy by dx. ആദ്യം നമുക്ക് dy by dt കണ്ടുപിടിക്കാം. സ്വന്തമായിട്ട് എന്ത് ചെയ്ത് നോക്കിയാൽ എന്തായിരിക്കാം, dy by dt equal to nothing but the derivative of this function, അല്ലേ, f dash t minus x by v. And what is dy by dx? So what is dy by dx? dy by dx, it is f dash t minus x by v into minus 1 by v, അല്ലേ, into minus 1 by v or minus 1 by v f dash t minus x by v. So what is dy by dt? This is the particle velocity. Particle velocity ആണ് എന്തെന്ന് പറയുന്നത്, dy by dt എന്ന് പറയുന്നത്. സോ dy by dt എന്ന് പറയുന്നത് തെറ്റിപ്പോകരുത്, വേവ് വെലോസിറ്റി അല്ല, എന്താണ്, പാർട്ടിക്കിൾ വെലോസിറ്റി ആണ്.
particle velocity ആണ് dy by dt. And can you say what is dy by dx? dy by dx is nothing but the slope. If you are taking this particular point, if you are considering the velocity of the particle at this particular point, dy by dx is nothing but the slope. What is the variation of y with respect to x? If you consider this one, this is the slope. Appo endu cheyda madi, you just draw a straight line at this point, just draw a tangent and then find out the slope. ഇവിടുത്തെ സ്ലോപ്പ് എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടുപിടിക്കുക. And it will give you dy by dx. ഇതാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, dy by dx എന്ന് കിട്ടുന്നത്. So it is nothing but the gradient or slope of the slope of the wave motion. ഓരോ പോയിന്റിലുള്ള സ്ലോപ്പ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ dy by dt കിട്ടി, dy by dx കിട്ടി. Again differentiate with respect to time. dy by dt ഒരിക്കൽ കൂടെ with respect to time differentiate ചെയ്തേ എന്ത് കിട്ടും, d square pi by dt square equal to f double dash. ഒരിക്കൽ കൂടെ differentiate ചെയ്തു അല്ലേ, f double dash t minus x by b. ഇതൊരിക്കൽ കൂടെ ചെയ്യുമ്പോഴോ d square y by dx square d square y by dx square. നോക്കേ, ഇവിടെ ഒരു f double dash t minus x by b ആവും ഇതിനെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ. പിന്നെ ഒരു -1 by b, ഇവിടെ ഒരു -1 by b, അതെന്താവും, അപ്പോൾ അത് പോസിറ്റീവ് ആവും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 by b square, 1 by b square what f double dash t minus x by b, f double dash t minus x by b. We got two set of equations, one dy by dt, dy by dx. Then we got the another set d square y by dt square and d square y by dx square. Okay, which is the d square y by dt square, it is the acceleration of the particle, and d square y by dx square എന്താണ്, സ്ലോപ്പിന്റെ ഒരിക്കൽ കൂടെ ഡെറിവേറ്റീവ് എടുക്കുന്നത്. ഒരിക്കൽ the gradient of the slope, which is nothing but the curvature. നിങ്ങൾക്കറിയാം curvature ആണ് d square y by dx square നിങ്ങൾക്ക് കിട്ടുന്നത്. ഫസ്റ്റ് സെറ്റ് ഓഫ് ഇക്വേഷനിൽ നിന്നും you know f dash t minus x by v, f dash t minus x by v is nothing but dy by dt അല്ലേ, dy by dt ആണ്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സോ ദാറ്റ് വി ക്യാൻ റൈറ്റ് ഫ്രം ദ ഫസ്റ്റ് സെറ്റിൽ നിന്നും നമുക്ക് എഴുതാം dy by dx equal to minus 1 by v dy by dt. You know what is dy by dt? It is the particle velocity. So you can say particle velocity dy by dt equal to what is v? It is a wave velocity. So minus wave velocity times the slope. dy by dx, as you know, it is a slope. ഇങ്ങനെ റിലേഷൻ. പാർട്ടിക്കിൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് വേവ് വെലോസിറ്റി ടൈംസ് ദി സ്ലോപ്പ് അറ്റ് ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് സെറ്റിൽ നിന്നും ഡിറൈവ് ചെയ്ത ഒരു എക്സ്പ്രഷൻ ആണ്. യു ക്യാൻ ഗെറ്റ് ദി എക്സ്പ്രഷൻ ഫോർ ദി പാർട്ടിക്കിൾ വെലോസിറ്റി. ആൻഡ് വേവ് ഇക്വേഷൻ ഓഫ് മോഷൻ കിട്ടുന്നത് സെക്കൻഡ് ഇക്വേഷൻ. സോ ദിസ് ഇസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്. വി ആർ ജസ്റ്റ് ഗോയിങ് ടു റൈറ്റ് ദി ഫേമസ് general equation of wave motion. So from the second set you can say d square y by dx square equal to 1 by v square f double dash നെ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, d square y by dt square കൊടുക്കാം. 1 by v square d square y by dt. And this is the famous wave equation of d square y by dx square equal to 1 by v square d square y by dt square. കാണാതെ പഠിക്കണം. So just think about the property of this equation. Okay, LHS എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സ്പേസ്, അതായത് x എന്ന് പറയുന്ന പൊസിഷൻ. റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ the second order derivative with respect to time. So the equation tells the behavior of wave in space as well as in time. Okay, സ്പേസിലുള്ളതും ടൈമിൻ്റെ വേരിയേഷനും ആ വേവിന് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള ഒരു ബിഹേവിയർ പാറ്റേൺ ആണ് നമ്മൾ ആര് തരുന്നത്, ഈ വേവ് ഇക്വേഷൻ ഓഫ് മോഷൻ തരുന്നത്.
Here V is the wave velocity. Here V is the wave velocity. നമ്മളിവിടെ പറഞ്ഞു the wave travel along the positive x direction. ഇതൊരു വൺ ഡയമെൻഷണൽ വേവ് മോഷൻ ആണ് അല്ലേ, ഒരു എക്സ് ഡയറക്ഷനിൽ സ്ട്രിങ്ങിൽ കൂടി മാത്രമാണ് ഇത് സഞ്ചരിക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് ദിസ് വൈ? വൈ എന്താണ്? ഐ ഹാവ് ഓൾറെഡി എക്സ്പ്ലെയിൻ വാട്ട് ഈസ് വൈ. ഇറ്റ് ഈസ് ദി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഓർ വാട്ട് ഈസ് വേരിയിങ് when the wave moves. ഒരു വേവ് സഞ്ചരിക്കുമ്പോൾ എന്താണ് അവിടെ വേരി ചെയ്യുന്ന വേരിയബിൾ? ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു വെള്ളത്തിൽ കല്ലിട്ടാൽ യു വിൽ ഗെറ്റ് സം റിപ്പിൾസ് അല്ലേ, വെള്ളത്തിൽ എന്തുണ്ടാവും? റിപ്പിൾസ് ഉണ്ടാവും. അവിടുത്തെ വേരിയേഷൻ നിങ്ങൾ വലിയ റിപ്പിൾ ആണോ ചെറിയ റിപ്പിൾ ആണോ എന്ന് അറിയുന്നത് ദി ഹൈറ്റ് ഫ്രം ദി വാട്ടർ സർഫസ്. സോ ഇൻ ദാറ്റ് ടൈം വൈ ഈസ് ദാറ്റ് ഹൈറ്റ്? ഓക്കെ, ഇപ്പോൾ ഇവിടെ സ്ട്രിങ്ങിന്റെ കേസിലാണെങ്കിൽ, ഇപ്പോൾ സ്ട്രിങ്ങിന്റെ കേസിൽ നമ്മൾ എടുക്കുക, ഇറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിൽ നിന്നും എത്ര ദൂരെ, that is y. So y is varying. If it is sound wave, എന്താണ്? Pressure is varying, right? So അത് pressure ആണ് അവിടുത്തെ y എന്ന് പറയുന്നത്. And if it is light waves or electromagnetic waves, electric field and magnetic field is varying. അതായിരുന്നു അവിടുത്തെ y. So similarly, what is varying? You can take that variable here as y. ഇപ്പോൾ സാധാരണ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ പഠിക്കുമ്പോൾ ഫിസിക്സിൽ നമ്മളൊരു ചെറിയൊരു ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോഴും വേവ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് എന്ന് പറയുന്നുണ്ട്. ഡി ബ്രോഗ്ലി മാറ്റർ വേവ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റി നമ്മൾ വേവ് ഫംഗ്ഷൻ ആയിട്ടാണ് എടുക്കുന്നത്. സോ ഇഫ് യു വാണ്ട് ടു റൈറ്റ് ദിസ് വേവ് ഇക്വേഷൻ ഇൻ 3 dimension, എങ്ങനെ എടുക്കണം? d²y/dx² plus d²y/dy² plus d²y/dz². അല്ലേ? ഇഫ് ഇറ്റ് ഇൻ ദ പ്ലേസ് ഓഫ് y, ഇഫ് യു ടേക്ക് psi, വേവ് ഫംഗ്ഷൻ ആണ് എടുക്കുന്നതെങ്കിൽ, ഒരു ഇലക്ട്രോൺ സഞ്ചരിച്ചപ്പോൾ ഉണ്ടാകുന്ന വേവ് ഇക്വേഷൻ ആണെങ്കിൽ ആ d²/dx² plus d²/dy² plus d²/dz² നിങ്ങൾക്കറിയാം ഡെൽ ഓപ്പറേറ്റർ is del square psi. Okay, del square psi equal to 1 by v square what? Dou square y by dou t. Sorry, dou square psi by dou t. And this is the 3-dimensional form of this wave equation. Here v is very important. It is the velocity of the wave. This is electromagnetic waves consider ചെയ്താണ് we derive the velocity of light as 3 × 10⁸ meter per second. ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതിക്കൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വേവ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഇതിൽ നിങ്ങൾക്കൊരു മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞല്ലോ, ഒരു മാത്തമാറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ വേറൊരു കാര്യം ചിന്തിക്കാൻ പറ്റുന്നത്, ഹിയർ യു ഇക്വേറ്റ് വാട്ട്? dy/dt in here you equate dy/dt with dy/dx അല്ലേ? അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വാട്ട് ഇസ് dy/dt? ഇറ്റ് ഈസ് ദ പാർട്ടിക്കിൾ വെലോസിറ്റി ആൻഡ് dy/dx ഈസ് ദ സ്ലോപ്പ്. നിങ്ങൾക്ക് അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഓരോ സ്ലോപ്പ് ഇവിടെ കണ്ടുപിടിക്കാവേ. അറ്റ് ദിസ് പോയിന്റ് ദ സ്ലോപ്പ് ഈസ് 0, ഹിയർ ദ സ്ലോപ്പ് ഈസ് ഇൻക്രീസിങ്, അറ്റ് ദിസ് പോയിന്റ് ദ സ്ലോപ്പ് ഈസ് മാക്സിമം അല്ലേ? ഈ ഒരു പോയിന്റിൽ എന്താണ്? സ്ലോപ്പ് മാക്സിമം ആണ്. അപ്പം ഈ മാക്സിമം കിട്ടിയ ഡിസ്പ്ലേസ്മെന്റ് സ്ലോപ്പ് 0 ആയിരിക്കും. ദെൻ സ്ലോപ്പ് ഈസ് ഇൻക്രീസിങ്, ഡിസ്പ്ലേസ്മെന്റ് 0 ആയ സമയത്ത് എന്തായിരിക്കും? സ്ലോപ്പ് മാക്സിമം ആയിരിക്കും. ക്യാൻ യു ഡ്രോ എ ഗ്രാഫ് കണക്ടിങ് ഓർ which shows the variation of dy/dx? dy/dx ന്റെ വേരിയേഷൻ വെച്ച് നിങ്ങൾക്ക് ഒരു ഗ്രാഫ് വരയ്ക്കാൻ പറ്റുമോ? സോ ദാറ്റ് യു ഹാവ് ടു ടേക്ക് ദ എക്സ് ആക്സിസ്. നിങ്ങൾക്ക് ഉള്ളതല്ല, ബീങ് എ നിങ്ങളൊരു മാത്തമാറ്റിക്സ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ജസ്റ്റ് ഡു ദാറ്റ് വൺ. ഇതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം കിട്ടും. ഇവിടെ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക? dy/dx കണ്ടുപിടിക്കുക. ഓക്കെ, ഹിയർ എക്സ് പോയിന്റ് നേരത്തെ ഉള്ള പോലെ എക്സ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 നിങ്ങൾക്ക് എന്ത് കിട്ടും? dy/dx എന്ന് പറഞ്ഞാൽ 0 കിട്ടും അല്ലേ? അങ്ങനെ യു ക്യാൻ ഡ്രോ എ ഗ്രാഫ്. So this is what this equation tells. You can connect the particle velocity with the slope of the graph. So this is a beautiful concept, wave equation of motion. It's one of the important topics in the topic wave motion. ഇത് മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ല രീതിയിൽ നോട്ട് എഴുതുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.